മലബാറിലെയും മധ്യ കേരളത്തിലെയും രോഗികൾക്ക് ആശ്വാസമാകാൻ പോകുന്ന കൊച്ചിൻ ക്യാൻസർ സെന്റർ കിഫ്ബി വഴിയാണ് നിർമ്മിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഈ മാസം ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി കളമശ്ശേരി മണ്ഡലത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള മാറ്റം അത്ഭുതാവഹമാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനായ മുഖ്യമന്ത്രി കൊച്ചി ക്യാൻസർ സെന്റർ നാടിന് സമർപ്പിക്കുകയുണ്ടായി. 462 കോടിയാണ് കെട്ടിടവും എക്യുപ്മെൻസും ഉൾപ്പെടെ ആ സ്ഥാപനത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഒരു മെഡിക്കൽ കോളേജാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. 2003 ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന പദ്ധതിയാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് എന്നുള്ളത്. അതിനാവശ്യമായ ഫണ്ട്, ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഫണ്ടും, അത് കഴിഞ്ഞാൽ NAD മുതൽ മഹിളാലയം വരെയുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് 560 കോടിയോളം രൂപ അത് നൽകിയത് കിഫ്ബിയാണ്. അതുപോലെ തന്നെയാണ് പുതിയ തലമുറയ്ക്ക് വീടിനടുത്ത് ജോലി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ. കളമശ്ശേരിയിൽ വർക്ക് നിയർ ഹോം ഇപ്പോൾ അസാപ്പുമായി ചേർന്ന് അതിൻ്റെ സംവിധാനത്തിൽ വരികയാണ്. പുതിയ കാലത്തിൻ്റെ വ്യവസായങ്ങൾ ആകർഷിക്കാൻ കഴിയുന്ന സംവിധാനമായി ഇന്നൊവേഷൻ സെൻറ്റർ കളമശ്ശേരിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അതിവേഗത്തിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ക്ലീൻ ലാബുകളും അതുപോലെ ട്രാൻസ്ലേഷൻ സെൻറ്റർ, വിദേശ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ, ഇത്തരം സൗകര്യങ്ങളെല്ലാം നമുക്ക് സാധ്യമായത് കിഫ്ബി ഫണ്ട് വെച്ചുകൊണ്ടാണ്. സ്കൂളുകളുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിൽ 30 കോടിയോളം രൂപ വിവിധ സംവിധാനങ്ങൾ വഴി ചെലവഴിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് കിഫ്ബിയാണ്. വ്യവസായ മേഖലയിലും അതേപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കേന്ദ്രത്തിൻ്റെ കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി വരുമ്പോൾ 1710 ഏക്കർ 1700 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫ്ബി ഉള്ളതുകൊണ്ട് മാത്രമാണ്. കേന്ദ്രം അനുമതി നൽകാത്തതുകൊണ്ട് മാത്രം ഭൂമി ഏറ്റെടുക്കൽ വൈകുന്ന നമ്മുടെ ഗിഫ്റ്റ് സിറ്റി ഇപ്പോഴത്തെ ഗ്ലോബൽ സിറ്റിയായി മാറിയിട്ടുള്ളതിനാവശ്യമായ ഫണ്ട് കിഫ്ബിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമസ്ത മേഖലയുടെയും വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തെ സഹായിച്ചിട്ടുള്ള സംവിധാനമായി കിഫ്ബി മാറിയിരിക്കുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനിക്കാവുന്നതാണ്.